രാഹുലിനെ കെട്ടിയിറക്കിയവർ അനുഭവിക്കട്ടെ എന്ന് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ നിലപാടെടുക്കുന്നുണ്ട്. പാലക്കാട് നിന്നുള്ള വ്യക്തിയെ മത്സരിപ്പിച്ചാൽ മതിയെന്ന് പലതവണ നേതൃത്വത്തോട് പറഞ്ഞു, അത് കേട്ടില്ല. ഗോഡ് ഫാദർമാർ ഉത്തരം പറയട്ടെ എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്. ഇത്തരം സന്ദേശങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സജീവമായി പ്രചരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ പൊട്ടിത്തെറിയിലേക്ക് രാഹുലിന്റെ വിഷയം മുൻനിർത്തി പാലക്കാട് DCC പോവുകയാണോ അരുൺ? തീർച്ചയായിട്ടും നിലിമ, പാലക്കാട്ടെ കോൺഗ്രസിനുള്ളിൽ ഈ വിഷയം വലിയ ചർച്ചയായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവിടുത്തെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും പല ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ആദ്യം ഫോർവേഡായിട്ട് അവർ പല നേതാക്കളും പോസ്റ്റ് ചെയ്തത്. അങ്ങനെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഫോർവേഡ് ചെയ്തതിന് തൊട്ട് പിന്നാലെ ഈ വിഷയങ്ങളിൽ ശക്തമായ നിലപാടുമായിട്ട് ഒരു ഭാഗം നേതാക്കൾ രംഗത്തെത്തുകയായിരുന്നു. ഇതിൽ തങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെ തങ്ങൾ പലതവണ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ കെട്ടിയിറക്കരുത് എന്ന്. അത് കേൾക്കാതെ ഇങ്ങനെ ഒരു വ്യക്തിയെ കെട്ടിയിറക്കി ഇനി ആ വ്യക്തി ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളിൽ മറുപടി പറയേണ്ട ബാധ്യത തങ്ങൾക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ. ഗോഡ് ഫാദർമാരുണ്ടല്ലോ, അവർ ഉത്തരം പറയട്ടെ എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ചും ഷാഫി പറമ്പിലിനെയും അതുപോലെ തന്നെ VD സതീശിനെയും ഒക്കെ ഉദ്ദേശിച്ച് തന്നെയാണ് ഈ നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസിനകത്ത് ഏതായാലും ഈ ഒരു വിഭാഗം നേതാക്കൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ KC വേണുഗോപാൽ പക്ഷവും അതുപോലെ തന്നെ VK ശ്രീകണ്ഠന്റെ പക്ഷവും ഉള്ള ആളുകളും ഈ ഗ്രൂപ്പ് അവരാണ് പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ എ ഗ്രൂപ്പിനെതിരെ ശക്തമായിട്ട് തിരിഞ്ഞിരിക്കുന്നത്. ഒപ്പം ഷാഫി പറമ്പിൽ കഴിഞ്ഞ വലിയ പ്രതിസന്ധി പാലക്കാട് മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. രാഹുലിന്റെ ഗോഡ്ഫാദർ എന്ന് പറയുന്ന VD സതീശിനെതിരെയും വലിയ ആരോപണങ്ങളും ഉയരുന്ന ഘട്ടമാണ്.